മമ്മൂട്ടിയുടെ വില്ലനാകാൻ ആസിഫ് അലി മട്ടാഞ്ചേരി മാഫിയയിൽ. മമ്മൂട്ടി നായകനായി കാലുതുറക്കുവാൻ സംവിധാനം ചെയ്യുന്ന മട്ടാഞ്ചേരി മാഫിയയിൽ വില്ലൻ വേഷം അവതരിപ്പിക്കുന്നത് ആസിഫ് അലി. മമ്മൂട്ടി ചിത്രത്തിൽ ആസിഫ് അലി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും വില്ലൻ വേഷം അവതരിപ്പിക്കുന്നത് ആദ്യമാണ്. മോഹൻലാൽ നായകനായി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന നെടുങ്കണ്ടം മിറാക്കിളിലും ആസിഫ് അലി അഭിനയിക്കുന്നുണ്ട്. നസ്ലിൻ, ലുക്മാൻ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. നായികമാരുണ്ടെങ്കിലും വേണ്ട പ്രാധാന്യം ഉണ്ടാകില്ലെന്ന് അറിയുന്നു. നേരത്തെ നിശ്ചയിച്ചതുപോലെ ഒക്ടോബറിൽ തന്നെ ചിത്രീകരണം ആരംഭിച്ചേക്കും. തിരക്കഥ പൂർത്തിയാകാത്തതിനാൽ ജനുവരിയിലേക്ക് ചിത്രീകരണം നീക്കാൻ സാധ്യത ഉണ്ടായിരുന്നതാണ്. ഹ്യൂമർ ട്രാക്കിലാണ് മട്ടാഞ്ചേരി മാഫിയ ഒരുങ്ങുന്നത്. മമ്മൂട്ടി ഡോണായി എത്തുന്നതെന്ന് അറിയുന്നു. മട്ടാഞ്ചേരിയാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ. ഉണ്ട് എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയും ഖാലിദ് റഹ്മാനും വീണ്ടും ഒരുമിക്കുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട്. പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സിന്റെയും യൂണിവേഴ്സൽ സിനിമാസിന്റെയും ബാനറിൽ ഖാലിദ് റഹ്മാനും ബി രാകേഷും ചേർന്നാണ് നിർമ്മാണം. നിയോകൃഷ്ണ, സുഹാസ്, ഷറഫ്, തസ്ലീഖ് അബ്ദുൾ സലാം എന്നിവർ ചേർന്നാണ് തിരക്കഥ. ജിംഷി ഖാലിദ് ഛായാഗ്രഹണം നിർവഹിക്കുന്നു. സംഗീതം റക്സ് വിജയൻ, സൗണ്ട് ഡിസൈൻ വിഷ്ണു ഗോവിന്ദ്, എഡിറ്റിംഗ് നൌഫൽ അബ്ദുള്ള. ധനുഷ് ചിത്രം ഓം പൂർത്തിയാക്കുന്ന മമ്മൂട്ടി തുടർന്ന് നിതീഷ് സഹദേവന്റെ ചിത്രത്തിൽ അഭിനയിക്കും. ജൂലൈ 23 കുംഭകോണത്ത് ചിത്രീകരണം ആരംഭിക്കും. 100 ദിവസത്തെ ചിത്രീകരണമുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏറ്റവും ചെലവേറിയ ചിത്രം കൂടിയാണ്. ഈ ചിത്രം പൂർത്തിയാക്കിയ ശേഷം മട്ടാഞ്ചേരി മാഫിയയിൽ മമ്മൂട്ടി അഭിനയിച്ചേക്കും. നവാഗതനായ ഷിബിൻ മുരുകേഷ് സംവിധാനം ചെയ്യുന്ന ചിത്രവും മമ്മൂട്ടിയെ കാത്തിരിക്കുന്നുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലാണ് ഷിബിൻ മുരുകേഷ് ചിത്രത്തിന്റെ നിർമ്മാണം. യുവ സംവിധായകരായ ഖാലിദ് റഹ്മാൻ, നിതീഷ് സഹദേവ്, നവാഗതനായ ഷിബിൻ മുരുകേഷ് എന്നിവരെ മമ്മൂട്ടി കൈകോർക്കുന്നതിനാൽ പ്രതീക്ഷകൾ വാനോളം.